നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രമേഹത്തിന്റെ സങ്കീർണതകളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. പ്രമേഹം നിയന്ത്രിച്ചില്ലെങ്കിലുള്ള അപകടങ്ങൾ എന്തെല്ലാം ഡോക്ടറോട് ചോദിക്കാം. നമുക്കൊപ്പമുള്ളത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ പ്രൊഫസർ ഡോക്ടർ എം രാധികയാണ്. കാഷ്വാലിറ്റി വിഭാഗം ഡെപ്യൂട്ടി സൂപ്രണ്ട് കൂടിയാണ് ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, കൂടുതലും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ഒരു രോഗം അല്ലെങ്കിൽ ഒരു സങ്കീർണതയാണ് പ്രമേഹം എന്ന് പറയുന്നത്. എന്താണ് ഈ പ്രമേഹം? രക്തത്തിലെ ഉയർന്ന അളവിലുള്ള ഗ്ലൂക്കോസിനെ നാം പ്രമേഹം അഥവാ ഡയബറ്റിസ് എന്ന് പറയുന്നു. ഇപ്പോ ഈ ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു സങ്കീർണതയാണ്. പക്ഷെ അതിന് ഒരുപാട് സങ്കീർണതകളുണ്ട്. അത് ഇന്നത്തെ ഈ ചർച്ചാ വിഷയത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ പലപ്പോഴും പല രോഗികളും നമ്മളോട് വന്ന് പറയാറുണ്ട്, എന്റെ ബ്ലഡ് ഗ്ലൂക്കോസ് 230 അല്ലെങ്കിൽ 320, പക്ഷേ അത് യാദൃച്ഛികമായി ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടെത്തിയതാണ്. പക്ഷെ എനിക്ക് അതിൽ യാതൊരു തകരാറും തോന്നുന്നില്ല, എനിക്ക് യാതൊരു ക്ഷീണവുമില്ല, അല്ലെങ്കിൽ എനിക്ക് വേറെ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഇതിന് ചികിത്സിക്കേണ്ടതുണ്ടോ, മരുന്ന് കഴിക്കേണ്ടതുണ്ടോ, ഭക്ഷണവും വ്യായാമവും മാത്രം മതിയാകുമോ? ഇങ്ങനെയുള്ള പല സംശയങ്ങളും രോഗികൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ പ്രമേഹം എന്ന് പറയുന്നത് രക്തത്തിലെ ഉയർന്ന അളവിലുള്ള ഈ ബ്ലഡ് ഗ്ലൂക്കോസ് കൊണ്ട് എന്ത് പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സങ്കീർണതകളെയാണ് നാം അഭിമുഖീകരിക്കാൻ പോകുന്നത്? മാരകമായ സങ്കീർണതകൾ ജീവനെ പോലും അപകടത്തിലാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ചർച്ചാ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു. ഇത്തരം ഒരു അവസരം തന്നതിന് കൈരളി ടിവിക്ക് നന്ദി. സംശയങ്ങളിലേക്ക് കടക്കാം. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പ്രമേഹം ഏത് പ്രായത്തിലുള്ള ആളുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്? അതിനുള്ള പ്രധാന കാരണം എന്തെല്ലാമായിരിക്കും? ചെറുപ്പക്കാരിൽ കാണുന്ന ഡയബറ്റീസ് അഥവാ പ്രമേഹം ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. അത് വേറൊരു തരത്തിലുള്ള ഡയബറ്റീസ് ആണ്. അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന ഗ്രൂപ്പിൽ വരുന്ന തരത്തിലുള്ള ഡയബറ്റീസ് ആണ്. കൂടുതലും 20 മുതൽ 80 വരെ പ്രായമുള്ളവരിലാണ് ടൈപ്പ് 2 ഡയബറ്റീസ് കാണപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഡയബറ്റീസിനാണ് സങ്കീർണതകൾ ഏറെ കൂടുതലായി വരുന്നത്. നമ്മുടെ ചെറിയ ചെറിയ രക്തക്കുഴലുകളെയാണ് കൂടുതലായും ഡയബറ്റിസ് ബാധിക്കുന്നത്. അപ്പൊ രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ വരുത്തുന്നതിലൂടെയാണ് ഡയബറ്റിസ് അതിന്റെ സങ്കീർണതകളിലേക്ക് കടക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഇതിനുണ്ടാവാം. അതായത് ഈ സങ്കീർണതകൾ മൈക്രോവാസ്കുലർ, അതായത് ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കുന്നത് മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കുന്നു. വലിയ രക്തക്കുഴലുകളെ ഡയബറ്റിസ് ബാധിക്കുമ്പോൾ അതിനെ നമ്മൾ മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് എന്ന് പറയും. മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസിൽ വരുന്നതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി അഥവാ കണ്ണിനെ ബാധിക്കുന്ന ഡയബറ്റിസ്, ഡയബറ്റിക് നെഫ്രോപ്പതി അഥവാ കിഡ്നിയെ ബാധിക്കുന്ന വൃക്കകളെ ബാധിക്കുന്ന ഡയബറ്റിസ്, ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി അഥവാ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിസ്. ഇതെല്ലാം ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കുന്നതിലൂടെ ഉണ്ടാവുന്ന സങ്കീർണതകളാണ്. ഇനി വലിയ രക്തക്കുഴലുകളെ ബാധിക്കുന്നതിലൂടെ ഉണ്ടാവുന്ന സങ്കീർണതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹൃദയാഘാതം, പക്ഷാഘാതം എന്നിങ്ങനെയാണ്. ഇതൊക്കെയാണ് പ്രധാനമായും ഡയബറ്റിസിൽ വരുന്ന കോംപ്ലിക്കേഷൻസ്. പാദങ്ങൾക്ക് വരുന്ന ഡയബറ്റിക് ഫുഡ്, അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസും പിന്നെ ലൈംഗിക ശേഷിക്കുറവ് അഥവാ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഇതെല്ലാം ഡയബറ്റിസിന്റെ ഭാഗമായി ഉണ്ടാവാറുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ കണ്ണിനെ ബാധിക്കുന്നത് എപ്പോഴാണ്? ഈ കാഴ്ചയ്ക്ക് എത്രത്തോളം ബുദ്ധിമുട്ട് ഈ ഒരു പ്രമേഹം വരുത്തി വെക്കുന്നുണ്ട്? എന്താണ് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്? നമ്മുടെ നേത്രഗോളത്തിന്റെ ഏറ്റവും പിറകിലത്തെ ഒരു സുതാര്യമായ പടലമാണ് റെറ്റിന. ഈ റെറ്റിനയിൽ ഉണ്ടാകുന്ന കേടുപാടുകളെയാണ് നാം ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് ഡയബറ്റിസ് ഒരുപാട് കാലം പ്രോഗ്രസ് ചെയ്തതിനു ശേഷം, അതായത് ഒരു 10-15 വർഷം കഴിഞ്ഞതിന് ശേഷം, ഡയബറ്റീസിന്റെ ഓൺസെറ്റ് കഴിഞ്ഞ്, അതായത് അത് തുടങ്ങി ഒരു 10-15 വർഷത്തിന് ശേഷമാണ് മിക്കവാറും ആളുകളിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി തുടങ്ങുന്നത് അല്ലെങ്കിൽ കാണപ്പെടുന്നത്, നമ്മളത് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ ചില ആളുകളിൽ നമ്മൾ വൈകിയാണ് ഡയബറ്റിസ് തന്നെ, പ്രമേഹം തന്നെ കണ്ടെത്തുന്നത്. അങ്ങനെയുള്ള ആളുകളിൽ വളരെ വേഗത്തിൽ തന്നെ ഇത് അനുഭവവേദ്യമാകും. അതായത് ഇപ്പോൾ ഡയബറ്റിസ് തുടങ്ങി ഒരു 5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കണ്ണ് ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ അത് ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ, അപ്പൊ അതായത് മൊത്തം 10 വർഷം. അപ്പൊ ഡയബറ്റിസിന്റെ ഓൺസെറ്റിനോടൊപ്പം തന്നെ നേത്രപരിശോധന നമ്മൾ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നേത്രങ്ങളിലും ഇതിന്റെ ചേഞ്ചസ് ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവാം. അപ്പൊ ചിലപ്പോൾ നമ്മൾ വൈകിയായിരിക്കും ഡയബറ്റിസ് കണ്ടെത്തുന്നത്. വലിയ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അത് ടെസ്റ്റ് ചെയ്യാതിരിക്കുകയും അവസാനം കണ്ടെത്തുമ്പോൾ തന്നെ വളരെ വൈകിയ ഒരു സ്റ്റേജിലായിരിക്കും. അപ്പൊ ആദ്യമേ തന്നെ നമ്മളത് ഡയബറ്റിസ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ തന്നെ, അതായത് അത് കണ്ടെത്തുമ്പോൾ തന്നെ അതിന്റെ ഒപ്പം ഒരു നേത്ര പരിശോധനയും വളരെ അത്യാവശ്യമാണ്. പിന്നെ ഡയബറ്റിസ് ഇങ്ങനെ റെറ്റിനയെ ബാധിച്ചു കഴിഞ്ഞാൽ
അത് പല സ്റ്റേജിലൂടെയാണ് കടന്നു പോവുക. നമ്മുടെ റെറ്റിന എന്ന് പറയുന്ന ഈ സുതാര്യ പടലത്തിലാണ് നമ്മുടെ മുമ്പിലുള്ള കാഴ്ച, അതായത് വിഷ്വൽസ് ഒരു ഇമേജ് ആയിട്ട് ഫോം ചെയ്യുന്നത്. അതായത് പ്രതിബിംബങ്ങൾ നമ്മുടെ കണ്ണിൽ ഉണ്ടാകുന്നത് ഈ റെറ്റിനയിലാണ്. അപ്പൊ റെറ്റിനയ്ക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ ഈ തരത്തിലുള്ള ബിംബങ്ങൾ ഫോം ചെയ്യുന്നതിന് തടസ്സം നേരിടും. അപ്പൊ അത് വളരെ പതിയെയാണ് അത് പ്രോഗ്രസ് ചെയ്യുന്നത്. അതായത് അത് ഒരു നോൺ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി, പിന്നെ അത് കഴിഞ്ഞാൽ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നിങ്ങനെയുള്ള സ്റ്റേജുകളിലൂടെയാണ് കാഴ്ചശക്തി അത് ബാധിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് ചോദിച്ചാൽ, ആദ്യം നമുക്ക് കാഴ്ച കുറേശ്ശെ മങ്ങി മങ്ങി വരും. പിന്നെ കണ്ണിന് ചുറ്റും കണ്ണിന്റെ മുന്നിൽ ചില കറുത്ത പുള്ളിക്കുത്തുകൾ ഓടിക്കളിക്കുന്നത് പോലെ തോന്നുക, ഈച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികൾ പറക്കുന്നത് പോലെ തോന്നുക, കണ്ണിന്റെ കാഴ്ച കുറച്ച് മങ്ങിയ പോലെ ഒരു മങ്ങൽ അനുഭവപ്പെടുക, പിന്നെ പ്രകാശ വളയങ്ങൾ വെളിച്ചത്തിന് ചുറ്റും കാണുക എന്നിങ്ങനെ പലതരത്തിൽ ഈ ഡയബറ്റിസ് റെറ്റിനയെ ബാധിക്കാം. അതോടൊപ്പം തന്നെ ഡയബറ്റിസ് ചിലപ്പോൾ ലെൻസിനെയും ബാധിക്കാം. ഡയബറ്റിസ് കാഴ്ച കുറയ്ക്കുന്നതിന് പലതരത്തിലുള്ള മെക്കാനിസങ്ങളുണ്ട്. അപ്പോൾ തിമിരം നമ്മുടെ ലെൻസിനെ ബാധിക്കുമ്പോൾ അത് നമ്മൾ ഡയബറ്റിസ് ഉള്ള ഒരാൾക്ക് അത് വളരെ വേഗത്തിലാകുന്നു. അതിനെയാണ് നമ്മൾ ഡയബറ്റിക് കാറ്ററാക്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ പലതരത്തിൽ കാഴ്ചയെ ബാധിക്കുന്നതാണ് ഡയബറ്റിസ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമേ തന്നെ ഒരു നേത്ര പരിശോധന, അതായത് ഡയബറ്റിസ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ബേസ് ലൈൻ ഒഫ്താൽമോളജിക്കൽ എക്സാമിനേഷൻ എന്ന് നമ്മൾ പറയും. അങ്ങനെയുള്ള ഒരു നേത്ര പരിശോധന ആദ്യമേ തന്നെ നടത്തി റെറ്റിനയ്ക്ക് കേടുപാടുകൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പിന്നെ ഇതിന്റെ ചികിത്സ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഡയബറ്റിസിന്റെ ചികിത്സ തന്നെയാണ്. അതായത് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യുക, പ്രമേഹം കൺട്രോൾ ചെയ്യുക, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിച്ചു നിർത്തുക എന്നത് തന്നെയാണ് ആത്യന്തികമായി നമ്മൾ ചെയ്യേണ്ട കാര്യം. അതിനുശേഷം മാത്രമേ മറ്റു ചികിത്സകളിലേക്ക് കടക്കേണ്ടതുള്ളൂ. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്നും ജയനാണ്. ജയൻ, ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. കേൾക്കാം. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. ഒരു 2 കൊല്ലമായിട്ട് പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന ആളാ. എത്ര കൊല്ലമായിട്ട്? ഹലോ, കാലിന്റെ മകളില് കാലിന്റെ ഹലോ 2 കൊല്ലമായിട്ട് പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന ആളാണെന്നാണ് പറഞ്ഞത്. പറയൂ. ഈ കാലിന്റെ മുകളില് ഭയങ്കര വേദനയാണ്. കാലിന് ഭയങ്കര ചുട്ടുകൊള്ളുന്ന വേദന കാലിന്റെ അടിയിൽ. എത്ര കൊല്ലമായി ഷുഗർ കണ്ടെത്തിയിട്ട്? എത്ര കൊല്ലമായിട്ട് മരുന്ന് കഴിക്കുന്നു? കേൾക്കാമോ? ഹലോ, 2 കൊല്ലമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. ഷുഗറൊക്കെ കൺട്രോളാണ്. എത്ര കൊല്ലമായിട്ട് ഷുഗർ ഉണ്ട് എന്നാണ് ചോദിച്ചത്. 2 വർഷമായി. സാധാരണ ഇത്തരം അവസ്ഥകളെ നമ്മൾ ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി എന്നാണ് പറയുക. അതായത് കാലിലേക്കുള്ള ഞരമ്പുകളുടെ കേടുപാടുകളാണ് ഇത്തരത്തിൽ ചുട്ടുപൊള്ളുന്ന വേദന അല്ലെങ്കിൽ നീറ്റൽ കാലിൽ ഉണ്ടാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഞരമ്പുകളെ ബാധിക്കുമ്പോഴാണ് പ്രമേഹം ഞരമ്പുകളെ ബാധിക്കുന്നത്. ചെറിയ രക്തക്കുഴലുകളെ പ്രമേഹം ബാധിക്കുമ്പോഴാണ്. അപ്പൊ ഈ ഞരമ്പുകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ചെറിയ രക്തക്കുഴലുകൾ അടഞ്ഞു പോവുകയും അല്ലെങ്കിൽ അതിൽ ഞരമ്പുകൾക്ക് വേണ്ടത്ര ന്യൂട്രീഷൻ അഥവാ പെർഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു രക്തയോട്ടം ഞരമ്പുകളിലേക്ക് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഞരമ്പുകൾക്ക് ശക്തി ക്ഷയിക്കുന്നു അല്ലെങ്കിൽ ഞരമ്പുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കാലിൽ ചുട്ടുപൊള്ളുന്ന തരത്തിലുള്ള അനുഭവം, അതായത് ഒരു നീറ്റലോ വേദനയോ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതായിട്ട് ഡയബറ്റിക് രോഗികൾക്ക് അനുഭവപ്പെടാറുണ്ട്. ഇതിനെ നമ്മൾ ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി എന്നാണ് പറയുന്നത്. അത് കാലിന്റെ പാദത്തിൽ നിന്ന് തുടങ്ങി മുട്ടുവരെയും കൈകളിലും റിസ്റ്റ് വരെയുള്ള ഭാഗങ്ങളിൽ അനുഭവപ്പെടാറുണ്ട്. ഇത് മരവിപ്പ്, തരിപ്പ് എന്നിങ്ങനെ പലതരത്തിലുള്ള അനുഭവങ്ങളാണ് കൈകളിൽ ആൾക്കാർക്ക് ഉണ്ടാവാറുള്ളത്. അപ്പൊ ഇതിലും ആത്യന്തികമായി പറയാനുള്ളത് ഡയബറ്റിസിന്റെ ഒരു ലെവൽ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഷുഗറിന്റെ ഒരു അളവ് നമ്മൾ കൃത്യമായി ഡയബറ്റിക് ഡ്രഗ്സ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഇൻസുലിൻ എടുത്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ, അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഷുഗറിന്റെ ലെവല്. അപ്പൊ അതിനനുസരിച്ച് ഉള്ള ചികിത്സ ചെയ്യുകയാണ് അഭികാമ്യം. വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. അതുപോലെ തന്നെ ഈ ഡയബറ്റീസ് ഒരു സ്റ്റേജ് എത്തിയാൽ കിഡ്നിയെ ബാധിക്കും എന്നെല്ലാം കേട്ടിട്ടുണ്ട്. ഈ കിഡ്നിയെ ബാധിക്കുന്നത് എങ്ങനെയാണ്? സൂചനകൾ എന്തെല്ലാമാണ്? ഈ കിഡ്നിയുടെ പ്രവർത്തനം എത്രത്തോളം ഇത് തകരാറിലാക്കും?
ഡയബറ്റിസിന്റെ ഒരു ദീർഘകാലം കഴിഞ്ഞാൽ, അതായത് ഒരു 10-15 വർഷം കഴിയുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. കണ്ണിനെ ബാധിക്കുന്നതിന് ശേഷം അത് കിഡ്നിയെയും ബാധിക്കുന്നു. ഇങ്ങനെ കിഡ്നിയെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞാണ് പല ആളുകളും, അതായത് വൃക്കസ്തംഭനം പോലെയുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിലൊരു കേടുപാടുകൾ സംഭവിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മളത് തിരിച്ചറിയുന്നത്. അപ്പൊ ഇതിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ അധികം പ്രകടമാകാത്തതും ഇത് ഡിറ്റക്ട് ചെയ്യുന്നതിന് ഒരു തടസ്സമാകാറുണ്ട്. അപ്പോൾ മൂത്രത്തില് പത പോലെ വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം മൂത്രം പതഞ്ഞു പോവുകയാണെങ്കിൽ അത് ഒരു പ്രമേഹ രോഗി ഒരു 10-15 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ, അതായത് മൂത്രം ഒഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പത വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അങ്ങനെ പത വരുന്നുണ്ടെങ്കിൽ അത് ഡയബറ്റിക് കിഡ്നി ഡിസീസിന്റെ ആദ്യത്തെ ഒരു ലക്ഷണമാണ്. പിന്നെ പല പ്രാവശ്യം മൂത്രം ഒഴിക്കാൻ പോവുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രാരംഭ ലക്ഷണങ്ങൾ നമ്മൾ സാധാരണയായിട്ട് ഇതൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് നമുക്കിത് നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാതെ പോകുന്നത്, നമുക്കിത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. അങ്ങനെ ഉള്ള ഒരു സ്റ്റേജിലൂടെ ഇത് പ്രോഗ്രസ് ചെയ്യുമ്പോൾ, ഒരു ഘട്ടം എത്തുമ്പോൾ കിഡ്നിക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കും. നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത് ഒരുപാട് നെഫ്രോണുകൾ ചേർന്നതാണ്. 1 മില്യൺ നെഫ്രോൺ ആണ് ഒരു കിഡ്നിയിലുള്ളത്. ഈ നെഫ്രോണിന്റെ ധർമ്മം എന്ന് പറയുന്നത് ഒരു അരിപ്പ പോലെ അത് മാലിന്യങ്ങളെയും അധികമുള്ള ദ്രാവകങ്ങളെയും എല്ലാം അരിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ തകരാറിലായാൽ അധികമുള്ള ദ്രാവകങ്ങൾ, മാലിന്യങ്ങൾ തുടങ്ങിയവ നമ്മുടെ ശരീരത്തിൽ തന്നെ കെട്ടിക്കിടക്കുകയും കണ്ണിന് ചുറ്റും നീര് വരികയും ഒക്കെ ചെയ്യും. ഈ കണ്ണിന് ചുറ്റും നീര് വരുന്നത് ഒക്കെ ഒരു ലേറ്റ് സ്റ്റേജിലാണ്, അതായത് കുറേം കൂടി അത് പ്രോഗ്രസ് ചെയ്തതിന് ശേഷമാണ്. അപ്പൊ ആദ്യത്തെ ലക്ഷണങ്ങൾ ഈ മൂത്രത്തിലുള്ള പത, അതുപോലെ തന്നെ എപ്പോഴും മൂത്രം ഒഴിക്കാൻ തോന്നുക, പിന്നെ സ്ത്രീകളിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട്, അതായത് പല പ്രാവശ്യം മൂത്രത്തിൽ പഴുപ്പ് വരിക, അതായത് റിക്കറന്റ് ഇൻഫെക്ഷൻസ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരിക. അപ്പോൾ ഈ അണുബാധ പല പ്രാവശ്യം, അതായത് ആദ്യം നമ്മൾ ചികിത്സിച്ചു, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അണുബാധ ഉണ്ടാവുന്നു. അങ്ങനെ ഈ അണുബാധയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ ചുട്ടുപൊള്ളുന്ന രീതിയിലുള്ള വേദന, പനി, കുടച്ചിൽ, വിറയൽ, ഛർദി എന്നിങ്ങനെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളോടുകൂടി മൂത്രത്തിൽ പഴുപ്പ് പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യം നമ്മൾ ചികിത്സിക്കുമ്പോൾ അത് മാറുന്നു. പിന്നെ വീണ്ടും അത് കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ റിക്കറന്റ് ആയിട്ട് വീണ്ടും അണുബാധ ഉണ്ടാകുമ്പോൾ ഒരു നമ്മൾ മനസ്സിലോർക്കണം, ഇത് ഡയബറ്റീസിന്റെ ഒരു ലക്ഷണമാണെന്ന്. എന്നിട്ട് ഷുഗർ ഉണ്ടോ എന്നുള്ളതും കൂടി ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ പ്രകടമാകുമ്പോഴാണ് നമ്മൾ ഡയബറ്റിക് കിഡ്നി ഡിസീസ് സസ്പെക്ട് ചെയ്യേണ്ടത്. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കൂത്തുപറമ്പിൽ നിന്നും മുരളീധരനാണ്. മുരളീധരൻ, ചോദിച്ചോളൂ. മാഡം കേൾക്കാനുണ്ട്, പറഞ്ഞോളൂ. മുരളീധരൻ പറഞ്ഞോളൂ, കേൾക്കാം. മാഡം, ഞാൻ 10-15 വർഷമായി ഡയബറ്റിക്കിന് ഇതാണ്. പിന്നെ ഞാനിപ്പോ മരുന്ന് കഴിക്കുന്നുണ്ട്. ക്ലൈമാക്സ് M2 എന്ന് പറഞ്ഞ മരുന്ന് രാവിലെയും രാത്രിയും ഓരോന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പോ ഈ മുട്ടിന് വേദന. എന്താണ് സംശയം? മരുന്ന് കൃത്യമായി കഴിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മള് ഡയബറ്റീസ് കൺട്രോൾഡ് ആണോ എന്നുള്ളത് നോക്കുന്നുണ്ടോ? അതായത് ഷുഗറിന്റെ ലെവൽ നോക്കുന്നുണ്ടോ? മരുന്ന് പറഞ്ഞു. പിന്നെ ഈ ന്യൂട്രീഷൻ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. എന്ത് കഴിക്കുന്നുണ്ടായിരുന്നു? ന്യൂട്രീഷൻ ഫുഡ് ഉണ്ടല്ലോ, ന്യൂട്രീഷൻ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ടെസ്റ്റ് ചെയ്തപ്പോ കൂടുതലായിട്ടാണ് കണ്ടത്. എന്തായിട്ടാണ് കണ്ടത്? കൂടുതലായിട്ടാണ് കണ്ടത്. ഹലോ, പ്രമേഹം കൂടുതലായിട്ടാണ് കൂടുതലായിട്ടാണ് കണ്ടതെങ്കിൽ അത് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് കൂടുതലാണ്, അഥവാ ഷുഗറിന്റെ ലെവൽ കൂടുതലാണെന്നാണല്ലോ അർത്ഥം. അപ്പൊ അത് കൺട്രോൾഡ് അല്ല എന്നാണല്ലോ അർത്ഥം. അപ്പൊ നമ്മൾ കഴിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കോ? എന്ത് കഴിച്ചിട്ടില്ല? ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചിട്ടില്ലേ? മരുന്ന് കൃത്യമായി കഴിക്കുന്നുണ്ടെന്നല്ലേ ആ മാസം. കഴിക്കുന്ന സമയമാണ്. ആ ന്യൂട്രീഷൻ ഫുഡ് കഴിക്കുന്ന സമയം ഈ മരുന്നുകൾ കഴിച്ചിരുന്നില്ല എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അത് പറ്റില്ല. അതായത്
അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതായത് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് അഥവാ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഒരു ചെറിയ രീതിയിലൊക്കെ വേരിയേഷൻ വരികയാണെങ്കിൽ മാത്രം, അതായത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് മാത്രമാണ് ഭക്ഷണക്രമത്തിൽ വേരിയേഷൻസ് വരുത്തി, അതായത് ഭക്ഷണത്തിൽ പഞ്ചസാര മൊത്തമായി നിയന്ത്രിച്ചും വ്യായാമം ചെയ്തും ഒക്കെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക. കുറച്ച് കൂടിയ ലെവലിലേക്ക് ഡയബറ്റിസ് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ 10-15 വർഷമായ ഡയബറ്റിസ് ഒന്നും നമുക്ക് ഭക്ഷണവും വ്യായാമവും കൊണ്ട് മാത്രം മിക്കവാറും കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അത് നമ്മൾ മരുന്നുകൾ കൃത്യമായി കഴിക്കുക തന്നെ വേണം. ഭക്ഷണത്തിലെ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. സമീകൃത ആഹാരം എപ്പോഴും പ്രധാനം തന്നെയാണ്. അത് ഭക്ഷണത്തോടൊപ്പം തന്നെ വ്യായാമവും അതിനോടൊപ്പം തന്നെ മരുന്നുകളും കഴിക്കണം. മരുന്നുകൾ വളരെ കൃത്യമായി കഴിക്കണം. അതൊരു തരത്തിലും ഡയബറ്റിസ് പ്രമേഹം നമുക്ക് അങ്ങനെ ഒരു ക്യൂർ എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് ഇതാക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അതൊരു ക്യൂറേറ്റീവ് ഡിസീസ് അല്ല, അതൊരു ജീവിതശൈലി രോഗമാണ്. അപ്പൊ അതൊരിക്കൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി മരുന്ന് കഴിച്ച് അതിനെ കൺട്രോളിൽ നിർത്തുക എന്നുള്ളതാണ് അതിന്റെ പ്രധാന വശം. അല്ലാതെ നമുക്കത് തീർത്തും മരുന്നുകൾ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. വ്യക്തമായെന്ന് കരുതുന്നു. ഭക്ഷണത്തിൽ മാത്രം കൺട്രോൾ കിട്ടില്ല എന്നർത്ഥം. ശരി, വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. അതുപോലെ തന്നെ ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു പ്രമേഹം? എങ്ങനെ അതിനെ നമുക്ക് തിരിച്ചറിയാനാകും? ഹൃദയത്തിൽ ഇത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രമേഹ രോഗമുള്ളവരിൽ ഹൃദയാഘാത സാധ്യത 2 ഇരട്ടിയാണ്. അപ്പോൾ ഇത് ഹൃദയത്തിനെ പരിപോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ഹൃദയപേശികളെ പരിപോഷിപ്പിക്കുന്ന കൊറോണറി ആർട്ടറീസ് തുടങ്ങിയവയിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോ നമ്മൾ ഒരു കുഴലിലൂടെ വെള്ളവും മറ്റൊരു കുഴലിലൂടെ തേനും ഒഴുകുകയാണെന്ന് സങ്കല്പിക്കുക. അപ്പൊ ഈ തേൻ ഒഴുകുന്ന കുഴലിൽ വളരെ പതുക്കെയല്ലേ അത് ഒഴുകുകയുള്ളൂ. എന്ന് മാത്രമല്ല, ചെറു രക്തക്കുഴലുകളിലേക്ക് ഇത് എത്തുകയില്ല, കാരണം ഇതിന് സാന്ദ്രത കൂടുതലാണ്. അതേ അവസ്ഥ തന്നെയാണ് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഈ വേഗത, അതായത് ഇത് മൂവ് ചെയ്യുന്ന വേഗത വളരെ കുറയുകയും അതോടൊപ്പം തന്നെ കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുകയും അതോടൊപ്പം തന്നെ ചെറു രക്തക്കുഴലുകളിലേക്ക് ഈ രക്തം എത്തി എന്നും വരില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഹൃദയത്തിന്റെ പേശികൾക്ക് പെർഫ്യൂഷൻ അഥവാ ഹൃദയത്തിന്റെ പേശികളിലേക്ക് രക്തം മതിയായ അളവിൽ എത്താതാവുമ്പോൾ ഹൃദയപേശികൾ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്ത് പമ്പ് ചെയ്യുന്നതിന് തടസ്സം നേരിടും. ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഹൃദയാഘാതം ഉണ്ടാവാനുള്ള സാധ്യത, അതുപോലെ തന്നെ കാർഡിയക് ഫെയിലിയർ, ഹൃദയ സ്തംഭനത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത എന്നിവ വളരെ കൂടുതലാണ്. അപ്പൊ ഇതിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കിതപ്പ് അനുഭവപ്പെടുക, അതുപോലെ തന്നെ നെഞ്ചിന്റെ നടുഭാഗത്തായിട്ട് സെൻട്രൽ ചെസ്റ്റ് പെയിൻ എന്ന് പറയും. അപ്പൊ ആ നടുഭാഗത്തായിട്ട് തന്നെ നമുക്ക് ഒരു വിമ്മിഷ്ടം അനുഭവപ്പെടുക. പലപ്പോഴും ഇത് വേദന എന്നുള്ള രീതിയിലായിരിക്കില്ല, ഒരു വിമ്മിഷ്ടം അഥവാ എന്തോ ഒരു ഭാരം കയറ്റി വെച്ചതുപോലെയുള്ള തോന്നലുകൾ ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് ജോലി ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ, അതായത് നമ്മൾ എക്സർട്ട് ചെയ്യുമ്പോൾ, ഇപ്പൊ പടിക്കെട്ടുകൾ കയറി ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഭാരമുള്ള ഒരു വസ്തു എടുത്തുയർത്തുമ്പോൾ, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കൂടുതലും ഇത് അനുഭവവേദ്യമാകുക. അങ്ങനെ വരുമ്പോഴാണ് ഈ നെഞ്ചുവേദന നമുക്ക് കാണുക. അപ്പൊ നമ്മളൊരു കുറച്ചു നേരത്തേക്ക് ആ ജോലി നിർത്തിവെക്കുക, അല്ലെങ്കിൽ പടിക്കെട്ടുകൾ കയറിയ ഉടനെ കുറച്ചു നേരം ഇരുന്ന് വിശ്രമിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ വേദന കുറഞ്ഞു ഇല്ലാതാവുന്നത് കാണാം. ഇങ്ങനെ ഒരു ലക്ഷണം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ഹൃദയാഘാത സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് പ്രിലിമിനറി ടെസ്റ്റുകൾ, അതായത് TMT പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്ത് നമ്മൾ പ്രമേഹ രോഗികളാണെങ്കിൽ പ്രത്യേകിച്ചും, പ്രമേഹ രോഗികൾക്ക് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ഹൃദയാഘാതം വരാനുള്ള സാധ്യത 2 ഇരട്ടിയാണ്. അപ്പൊ നമ്മളത് പ്രമേഹ രോഗികൾക്ക് ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നുകൂടി ജാഗ്രതയോട് കൂടിയിട്ട് അതൊരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് TMT ടെസ്റ്റ് മുതലായ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഇത് ശരിയാണോ, ECG ഒക്കെ എടുത്ത് ഇത് ശരിയാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എപ്പോഴും കേൾക്കാറുള്ളതാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. ഈ ഡയബറ്റിക് ന്യൂറോപ്പതിയെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എന്താണ് അതിന്റെ ലക്ഷണങ്ങൾ? അതാണ് നമ്മുടെ നേരത്തെ ഒരു പ്രേക്ഷകൻ നമ്മളോട് സംശയം ചോദിച്ചിരുന്നു, കാലിൽ ചുട്ടുപൊള്ളുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ. അതായത് ഈ ന്യൂറോപ്പതി വരുമ്പോൾ കാലിലേക്കുള്ള ഒരു സംവേദനക്ഷമത കുറയുകയും തരിപ്പ്, മരവിപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്യും. അത് ഒരു തരിപ്പായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറെ നേരം കുത്തിയിരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കാലിൽ ഒരു തരിപ്പ് അനുഭവപ്പെടാറില്ലേ? ഈ തരിപ്പ് ഞരമ്പുകളുടേതായ ഒരു സംവേദനക്ഷമത കുറയുന്നതിന്റെ ഒരു ലക്ഷണമാണ്. ഈ ഞരമ്പുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ചെറിയ രക്തക്കുഴലുകൾ ഉണ്ടല്ലോ, അതിന് കേടുപാടുകൾ ഉണ്ടാക്കുകയാണ് ഡയബറ്റിസ് ചെയ്യുന്നത്. അപ്പൊ രക്തത്തിൽ ഉയർന്ന ഗ്ലൂക്കോസിന്റെ അളവ് കാരണം സാന്ദ്രത കൂടിയ രക്തം ഈ രക്തക്കുഴലുകളിലേക്ക് എത്തിച്ചേരുന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഞരമ്പുകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസ്, രക്തം സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകൾ, ഈ രക്തക്കുഴലുകൾ അടഞ്ഞു പോവുകയും മറ്റും ചെയ്യുമ്പോൾ ഞരമ്പുകൾക്ക് കേടുപാടുകൾ സംഭവിക്കും. ഇങ്ങനെ ഞരമ്പുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോഴാണ് നമുക്ക് തരിപ്പ് തുടങ്ങുക.
കാലിൽ തരിപ്പ് തുടങ്ങുന്നത് മിക്കവാറും പാദത്തിന്റെ അറ്റത്ത് നിന്ന്, അതായത് ഈ വിരലുകളിൽ നിന്ന് മുകളിലേക്കായിരിക്കും. അത് ഏതാണ്ട് മുട്ടുവരെ എത്തുന്നവരെ ഇതിങ്ങനെ കൂടി കൂടി കൊണ്ടിരിക്കും, മുകളിലേക്ക് കയറി വരും. അപ്പോ ചില ആൾക്കാർക്ക് ഈ തരിപ്പ് മാറിയിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും അതൊരു ചുട്ടുപൊള്ളുന്ന, തീയിലൊക്കെ കാലെടുത്ത് വെച്ചാൽ എങ്ങനെയാണ്, ഏത് സമയവും ബേണിംഗ് ഫീറ്റ് സിൻഡ്രോം പോലെയാണ്. അതായത് കാലൊക്കെ ചുട്ടുപൊഴുത്ത് പൊള്ളുന്ന പോലെയുള്ള ഒരു അനുഭവമാണ് ഉണ്ടാവുക. ഇത് കൈകളിലേക്കും വ്യാപിക്കും. അപ്പോൾ കൈയിന്റെ വിരലിന്റെ അറ്റത്ത് നിന്ന് റിസ്റ്റ് വരെ അത് മുകളിലേക്ക് കയറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കയ്യിൽ നിന്ന് സാധനങ്ങൾ അറിയാതെ താഴെ പോവുക, അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ, പ്രമേഹമുള്ള വീട്ടമ്മമാർക്കൊക്കെ ഇത് കയ്യിൽ പാത്രങ്ങളൊന്നും പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കയ്യിൽ നിന്ന് താഴെ വീഴും. പിന്നെ ഏറ്റവും അത് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് ഒരു ലെവലൊക്കെ എത്തുമ്പോഴേക്കും അവിടെ കയ്യോ കാലോ ഉണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. ഒരു മരവിപ്പ് അഥവാ ഒരു മരം പോലെ ആവുന്ന ഒരു മരക്കഷ്ണം പോലെ അവിടെ എന്തോ ഉണ്ട് എന്ന് മാത്രമേ തോന്നുള്ളൂ. കാരണം വേറെ ഒരു തരത്തിലുള്ള ഫീലിങ്ങും ആ ഭാഗത്ത് ഉണ്ടാവില്ല. അങ്ങനെ ആവുമ്പോഴാണ് പലർക്കും കയ്യിൽ പൊള്ളലുകളൊക്കെ ഏൽക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ അടുപ്പത്ത് നിന്നൊരു പാത്രമൊക്കെ വാങ്ങി വെക്കുമ്പോൾ ഒരു തരത്തിലും അവർക്ക് അതിന്റെ ഒരു ചൂടൊന്നും ചിലപ്പോൾ അനുഭവപ്പെടില്ല. അങ്ങനെ ആവുമ്പോൾ കയ്യിൽ പൊള്ളലുകൾ ഉണ്ടാവും, പക്ഷെ നമുക്ക് ഒരു തരത്തിലുള്ള വേദനയും ഉണ്ടാവില്ല. അതുപോലെ മുറിവുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ, വ്രണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉണങ്ങാനുള്ള സാധ്യത കുറയും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും ആ സമയത്ത് ഉണ്ടാവുക. അപ്പൊ ഈ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റീസിന്റെ ഒരു മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ ആണ്. അതായത് ചെറിയ രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്നത് കാരണം ഞരമ്പിന് സംഭവിക്കുന്ന കേടുപാടുകൾ എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡോക്ടർ, അതേപോലെ ഈ പ്രമേഹം അധികമായി കാൽ മുറിച്ചു മാറ്റേണ്ടി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ അവസ്ഥ വരുന്നത് എപ്പോഴാണ്? പ്രമേഹം കൂടുതലായി അനിയന്ത്രിതമായി കഴിയുമ്പോൾ ഒരു ഘട്ടം എത്തുമ്പോൾ ചിലപ്പോൾ ചെറിയ മുറിവുകളോ അല്ലെങ്കിൽ കാലിലെ നഖം നമ്മൾ വെട്ടുമ്പോൾ ചെറുതായിട്ടൊരു മുറിവോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ മുറിവുകൾ പഴുക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. മുറിവ് ഉണങ്ങുകയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ അവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഒക്കെ ഉണ്ടായി കാല് പഴുക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പെരിഫറൽ ന്യൂറോപ്പതിയുടെ ചേഞ്ചുകൾ, അതായത് ഞരമ്പുകളുടെ സംവേദനക്ഷമത കുറയുന്നതും രോഗിക്ക് വലിയ വേദനയൊന്നും അനുഭവപ്പെടുന്നില്ല. അപ്പൊ മുറിവുണ്ട്, പക്ഷെ അത് വലിയ സാരമാക്കുന്നില്ല, കാരണം വേദനയില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുമ്പോൾ അവരത് വെച്ചുകൊണ്ടിരിക്കും. ചെറുതായി വല്ല മരുന്ന് പുരട്ടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകും. കുറച്ച് കഴിയുമ്പോഴായിരിക്കും കാലിന് വേദന ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരും അത് വലുതായിട്ട് ചിലപ്പോൾ ചികിത്സ തേടണമെന്നുമില്ല. അങ്ങനെയൊക്കെ ആവുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പാദത്തിലേക്കുള്ള രക്തയോട്ടം വളരെയധികം കുറയും. രക്തക്കുഴലുകൾ ഇങ്ങനെ കട്ടി പിടിച്ചിട്ട്, അതായത് ഈ രക്തം ഇങ്ങനെ കട്ട പിടിക്കുകയോ അല്ലെങ്കിൽ രക്തക്കുഴലുകളിലേക്ക് കൂടുതൽ രക്തം എത്താതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പൊ പാദത്തിന്റെ അറ്റത്താണ് ഇത് കൂടുതൽ പ്രകടമായി വരുന്നത്. അപ്പൊ ഈ വിരലുകളുടെ അറ്റത്ത് ഇത് ഒരു കറുത്ത കളർ അഥവാ ഒരു നിറം മാറ്റം ഉണ്ടാവും. ഈ നിറം മാറ്റത്തിനെയാണ് നമ്മൾ ഗാംഗ്രീൻ എന്ന് പറയുന്നത്. ഈ രക്തയോട്ടം വളരെയധികം കുറയുമ്പോഴാണ് നമ്മൾ അതിനെ ഗാംഗ്രീൻ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത്. ഡ്രൈ ഗാംഗ്രീൻ, വെറ്റ് ഗാംഗ്രീൻ എന്നിങ്ങനെ പലതരത്തിലുള്ള ഗാംഗ്രീൻ ഉണ്ട്. അപ്പൊ ഈ ഗാംഗ്രീൻ എന്ന അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ കാലിന്റെ വിരലുകൾ കറുത്തു തുടങ്ങും. ഈ കറുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഭാഗത്തേക്ക് രക്തയോട്ടം തീരെയില്ല എന്നാണ്. അതിനു മുമ്പാണ് നമ്മൾ ഈ ചെറിയ ചേഞ്ചുകൾ കാണുമ്പോൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ അവസ്ഥയിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിരലുകൾ കറുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മുറിച്ചു മാറ്റുകയേ തരമുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടുള്ള രക്തയോട്ടം മുഴുവൻ പോയിട്ട് ആ ടിഷ്യൂസ് ഡെഡ് ആയിരിക്കുകയാണ്. പിന്നെ നമ്മൾ അത് അവിടെ വെച്ചുകൊണ്ടിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും ഇല്ല എന്ന് മാത്രമല്ല ദോഷവുമുണ്ട്. കാരണം ഇവിടെ നിന്ന് അണുബാധകൾ മുകളിലേക്ക്, അതായത് ഈ ഗാംഗ്രീൻ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അത് കാലിന്റെ മുകളിലേക്ക് വ്യാപിക്കുന്നതോടുകൂടി നമുക്ക് കാലിന്റെ കൂടുതൽ ഭാഗങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരും. ഇപ്പൊ വിരലിന്റെ അറ്റം മാത്രം ചിലപ്പോൾ മുറിച്ചു മാറ്റി റേ ആംപ്യൂട്ടേഷൻ ഒക്കെ ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പാദം തന്നെ മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വരും. അതിന് മുകളിലേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് കാലിന്റെ മുട്ടിന് താഴെ വെച്ച് മുറിക്കേണ്ടി വരും. അങ്ങനെ ഈ ഗാംഗ്രീൻ സ്പ്രെഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ ഭാഗം മുറിച്ചു കളയേണ്ടി വരും. അപ്പൊ നമ്മൾ പലപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരത് കാല് മുറിക്കണം എന്ന് പറയുമ്പോൾ രോഗിക്ക് ഉണ്ടാവുന്ന മാനസിക വ്യത അറിയാലോ. അപ്പോ അവര് പലപ്പോഴും ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യും, കാല് മുറിക്കേണ്ട ഡോക്ടറെ, എന്തെങ്കിലും തരത്തിൽ അത് സേവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. പക്ഷെ ഇങ്ങനെ കറുത്ത കളർ അല്ലെങ്കിൽ നിറമാറ്റം വന്നു കഴിഞ്ഞാൽ അത് മുറിച്ചു മാറ്റുന്നത് തന്നെയാണ് നല്ലത്. കാരണം എന്താന്ന് വെച്ചാൽ അതിന് ആ ഒരു ഡെഡ് ടിഷ്യൂ അവിടെ വെച്ചുകൊണ്ടിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഇല്ല. പിന്നെ അത് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതോടുകൂടി രക്തത്തിൽ അണുബാധ ഉണ്ടാവാനും സെപ്റ്റിസീമിയ എന്ന അവസ്ഥയ്ക്ക് പോലും കാരണമാവാനും സാധ്യതയുണ്ട്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മുടെ അണുബാധ ഒരു ഭാഗം സമയം അവസാനിച്ചിരിക്കുകയാണ്.
ഇന്ന് നമ്മൾ സംസാരിച്ചത് പ്രമേഹത്തിന്റെ സങ്കീർണതകളെക്കുറിച്ചാണ്. പ്രമേഹം നിയന്ത്രിച്ചില്ലെങ്കിലുള്ള അപകടങ്ങളും ഡോക്ടർ വളരെ വ്യക്തമായി തന്നെ വിശദീകരിച്ചു. ഡോക്ടറോട് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ പ്രൊഫസർ ഡോക്ടർ എം രാധികയാണ്. കാഷ്വാലിറ്റി വിഭാഗം ഡെപ്യൂട്ടി സൂപ്രണ്ട് കൂടിയാണ് ഡോക്ടർ. വളരെ നന്ദി ഡോക്ടർ.